ടീച്ചറിൻ്റെ ഒരു ചെറിയ സംശയമാണ് ഇവിടെ ഞാൻ കണ്ടത്. അത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഒന്ന് പറയാം. കാലങ്ങളായി ചില സങ്കല്പങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് ക്രിസ്ത്യാനികൾ വൈൻ ആരാധനയ്ക്ക് ഉപയോഗിക്കും, വൈൻ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നു. പക്ഷേ എല്ലാ വിഭാഗം ക്രിസ്ത്യാനികളും ആരാധനയ്ക്ക് വൈൻ എപ്പോഴും ഉപയോഗിക്കാറില്ല. CSI പോലെയുള്ള പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ ഒരു മാസത്തിൽ ഒരു തവണയായിരിക്കും ഉപയോഗിക്കുന്നത്. കാത്തലിക് വിഭാഗത്തിൽപ്പെട്ടവർ എല്ലാ ദിവസവും കുർബാന ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതാണ് ഒരു വ്യത്യാസം. പിന്നെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വൈനും നമ്മൾ ആഘോഷങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈനും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വൈനിൽ ഒരു ലഹരി ഉണ്ടായിരിക്കുന്നതല്ല. മറ്റത് ആഘോഷം എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ലേ ടീച്ചറെ. വേണമെങ്കിൽ ഒരു പ്രത്യേക ഒക്കേഷനിൽ ഒന്നിച്ചിരുന്നൊന്ന് മദ്യപിക്കുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക തകർച്ചയൊന്നുമല്ല. ഒരു വീട്ടിൽ തന്നെ ഒന്നിച്ചിരുന്ന് വലിയ മദ്യപാനികളായിട്ടല്ല, ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടൊന്ന് മദ്യപിക്കുന്നവരെ സംബന്ധിച്ച് കുഴപ്പമില്ല. ആരാധനയ്ക്ക് വൈൻ ഉപയോഗിക്കുന്നത് ഇതൊക്കെ ശരി. ഒരുമിച്ചിരുന്ന് ക്രിസ്ത്യാനികൾ മദ്യപിക്കുമെന്ന് പറഞ്ഞു, അത് എല്ലാ സ്ഥലത്തും ഇല്ല. അത് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഒരുമിച്ചിരുന്ന് മദ്യം ഉപയോഗിക്കുന്നത്. പല സ്ഥലത്തും മദ്യം ഒരുമിച്ചിരുന്ന് ഉപയോഗിക്കുന്നത് തെറ്റായിട്ട് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. പക്ഷെ നമ്മൾ ആരെങ്കിലും ക്രിസ്മസിന് യേശുക്രിസ്തുവിന്റെ കയ്യിൽ വൈൻ കോപ്പി കൊടുത്തുകൊണ്ട് ക്രിസ്മസ് ആശംസകൾ എന്ന് കൊടുക്കും. പണ്ട് ആഘോഷങ്ങളിലെ ഒരു പ്രധാന ഘടകമായിരുന്നു വൈൻ എന്ന് പറയുന്നത്. ആ വൈന് തീർന്നപ്പോഴാണ് അന്ന് കാനായിൽ വെച്ച് കല്യാണം നടന്നപ്പോൾ ഒരു വീട്ടുടമസ്ഥൻ നെഞ്ചത്തടിച്ച് കരഞ്ഞത്. അത് ടീച്ചറിന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, പലരും പറഞ്ഞ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നീട് യേശുവിനെ ഒറ്റിക്കൊടുത്ത ദിവസം ഒരു അന്ത്യ അത്താഴം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് സഭകളിൽ ആരാധന സമയത്ത് വീഞ്ഞ് ഉപയോഗിക്കുന്നത്. അതായത് വീഞ്ഞിനെ യേശുവിൻ്റെ രക്തമായും അപ്പത്തെ ശരീരമായും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ആരാധനയാണ് വീഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആരാധന. അത് ഒരിക്കലും ലഹരിയുള്ളതായിരിക്കില്ല. വെറും മുന്തിരിയും പഞ്ചസാരയും ചേർത്ത് ചിലപ്പോൾ ചിലർ ഗ്രാമ്പു ഉപയോഗിക്കും, വേറെ ഒന്നും അതിൽ ഉപയോഗിക്കില്ല. അത് കുട്ടികൾക്ക് കൊടുക്കുകയില്ല. ആദ്യമായിട്ട് കുർബാന എടുത്തതിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് അത് കൊടുക്കൂ. കുട്ടികൾക്ക് കൊടുക്കില്ല. അതിനൊരു പ്രായം നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ സഭകളിലും ഓരോ പ്രായമാണ്. ചിലയിടത്ത് 12 വയസ്സ്, ചിലയിടത്ത് 14 വയസ്സ്. നമ്മുടെ ആരാധന പ്രകാരമുള്ള പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് കൊടുക്കുന്നത്. വേറൊരു കാര്യം, ക്രിസ്മസ് സമയത്ത് ആൾക്കാർ ആഘോഷ ലഹരിയിൽ ഉപയോഗിക്കുന്ന വീഞ്ഞായിരിക്കില്ല ആരാധനാ സമയത്ത് സഭയിൽ ഉപയോഗിക്കുന്നത്. മറ്റൊരു കാര്യം ടീച്ചർ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ക്രിസ്ത്യാനികൾ ഒരുമിച്ചിരുന്ന് വൈൻ ഉപയോഗിക്കുമെന്നു. അതെല്ലായിടത്തില്ല ടീച്ചറെ. അത് ഈ മധ്യ കേരള സ്ഥലങ്ങളിൽ മാത്രം അച്ചായ ഫാമിലികളിലാണ് കൂടുതൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്.